ഒരു സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കഴിഞ്ഞിട്ടോ PR-ലേക്ക് ആപ്ലിക്കേഷൻ വെച്ചവരാണെങ്കിൽ അവരുടെ ഏജ്, അതായത് അവരിപ്പോ ഡിസംബറിൽ നിന്നത് 28 വയസ്സിലാണെങ്കിൽ പോയിന്റ്സ് നമുക്കൊരു വലിയ ഇഷ്യൂ ആണ്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമാണ്. അതായത് അവരുടെ ജോലി പോയാൽ തന്നെ അറ്റ് ദ സെയിം ടൈം അവർ വേറെ ജോലി കണ്ടുപിടിക്കണം. വേറൊരു കൂട്ടര് സെപ്പറേറ്റ് മാറി നിന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. അവരുടെ തെറ്റല്ല അത്. അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല നാളെ കാനഡയിൽ ഈ ഒരു എക്സ്പീരിയൻസിന്റെ പോയിന്റ്സ് ഇല്ലെങ്കിൽ ഇത്രയും വിഷയങ്ങൾ വരുമെന്നൊന്നും സ്കോർ കിട്ടണമെങ്കിൽ അവൻ CLB-യിലും മാക്സിമം പോകണം. അതായത് ഇംഗ്ലീഷ് പഠിച്ച് എഴുതാൻ പെടുന്ന പെടാപ്പാട് എന്താന്നുള്ളത് ഇവിടെ എഴുതി എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ മാക്സിമം ഇവിടെ സ്ട്രെസ്ഡ് ആണ്. മിനിസ്റ്റർ റീസെന്റ് പറഞ്ഞിരുന്നത് ഇനിയും മാറ്റങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോർത്ത് വെസ്റ്റ് മലയാളി. അപ്പം ഇവിടെ കറന്റ് ഉള്ളവര് PR പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കഴിഞ്ഞിട്ടോ PR-ലേക്ക് ആപ്ലിക്കേഷൻ വെച്ചവരാണെങ്കിൽ അവർക്കറിയാൻ പറ്റും CRS പോയിന്റ് എന്താണെന്നോ അല്ലെങ്കിൽ CRS പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ പറ്റും. ഇനി നാട്ടിലെ വസ്തുതയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾക്ക് ഇപ്പോഴത്തെ കറണ്ട് പോയിന്റ്സ് ഇത്രയാണ്. അതായത് എനിക്കിപ്പോൾ ഉള്ള പോയിന്റ്സ് 510 ആൻഡ് ഡ്രോസ് വിളിക്കുന്നത് 549 എന്ന് പറയും. അപ്പോൾ അവർ പറയും ഓക്കെ, നമ്മൾ 510 ആവുന്നത് വരെ വെയിറ്റ് ചെയ്താൽ പോരെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം ഈ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഈ 510 എന്നുള്ളൊരു പോയിന്റ് എപ്പോൾ വേണമെങ്കിലും വേരി ചെയ്യാം. ഈ വേരി ചെയ്യാം എന്നുള്ളത് ഫാക്ടേഴ്സ്. ഇതിൽ സോളിഡ് ആയിട്ട് നിൽക്കുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS അല്ലെങ്കിൽ സെൽപിപ്പോ എന്നുള്ള ലാംഗ്വേജ് ടെസ്റ്റ് നമ്മൾ എഴുതുന്നുണ്ട് ഇവിടെ. അപ്പൊ ഈ സെൽപിപ്പോ അല്ലെങ്കിൽ IELTS എഴുതുന്നവർക്ക് ഒരു മാക്സിമം പോയിന്റ്സ് കിട്ടുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ അവർക്ക് റിപ്പീറ്റ് ചെയ്താലും എന്ത് ചെയ്താലും CLB-യുടെ മാക്സിമം സ്കോർ അവർ എടുത്തിട്ടുണ്ട് എന്നാണെങ്കിൽ ആ മാക്സിമം സ്കോറിനേക്കാൾ കൂടുതൽ അവർ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന്റെ കാര്യത്തിൽ ഒരു ഫിക്സഡ് ആണ്, അതൊരിക്കലും ചേഞ്ച് ആവത്തില്ല. ആ പോയിന്റ്സ് സിസ്റ്റത്തിൽ അവർ മാറ്റുന്നത് വരെ എന്തായാലും പോയിന്റ്സ് സെയിം തന്നെയായിരിക്കും. പക്ഷേ അവരുടെ ഏജ്, അതായത് അവരിപ്പോ ഡിസംബറിൽ നിന്നത് 28 വയസ്സിലാണെങ്കിൽ അവർ രണ്ടാമത് പ്രൊഫൈൽ എക്സ്പയർ ആയിട്ട് രണ്ടാമത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നവർ ജനുവരിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അവരുടെ ഏജ് ഒരു 30 കയറിയിട്ടുണ്ടെങ്കിൽ അവന് ബീപ്പായിരിക്കും. അതായത് ആ 30 കയറുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുന്നേ വരെ അവന് ഏജിൽ കിട്ടിക്കൊണ്ടിരുന്നത് 110 പോയിന്റ് ആണെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് ലൈക്ക് വെൻ ആ 30 വയസ്സിന്റെ സിറ്റുവേഷനിലാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അവന്റെ പോയിന്റ് 96 വരും. ഇനി എന്തുകൊണ്ട് ഈ പ്രൊഫൈൽ റീക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാണ്ടിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൊഫൈൽസും 1 ഇയർ കൂടുമ്പോൾ എക്സ്പയർ ആകും. അതായത് PR നോക്കുന്ന എല്ലാവരുടെ പ്രൊഫൈൽസും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 1 ഇയർ ആകുമ്പോൾ ഇതിന്റെ ഇടയിൽ ഡ്രോസിലൊന്നും നിങ്ങൾ കോൾ ആയിട്ടില്ല എന്നാണെങ്കിൽ ഓൾറെഡി എക്സ്പയർ ആയി പോകും. അല്ല, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പയർ ആവുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു കോൾ കിട്ടുമല്ലോ, അത് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എക്സ്പയർ ആയി പോയിട്ട് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ഏജ് ഈ പറഞ്ഞ 29 കഴിഞ്ഞ് 30 ടച്ച് ചെയ്തിട്ടുണ്ട് ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്കിൽ ആ പോയിന്റ്സ് നമുക്കൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ്സ് കുറഞ്ഞല്ലോ. പിന്നെ അവനെ സംബന്ധിച്ച് വരുന്ന വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 5 പോയിന്റ് കുറഞ്ഞു കഴിയും. 510 നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവൻ 505 പോകും. അപ്പൊ പിന്നെ അവന്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ 549 വിളിക്കുന്ന സമയത്ത് 505 എപ്പോൾ വിളിക്കും എന്നുള്ളതായി. അപ്പൊ 5 പോയിന്റ് അവിടെ താഴെ പോവാണ്. ഇവന് ഈ പോയിന്റ് കയറ്റി വെക്കണമെങ്കിൽ ഇനിയുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏജ് ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്നല്ലെങ്കിൽ കാനഡയിൽ 1 ഇയർ കൂടി എക്സ്പീരിയൻസ് കിട്ടണം. അപ്പൊ 1 ഇയർ എക്സ്പീരിയൻസ് കാനഡയിൽ കിട്ടുന്നതിന്റെ പോയിന്റ്സ് എന്ന് പറയുന്നത് 25 പോയിന്റ് ആണ്. ഓരോ 1 ഇയറിനും 25 പോയിന്റ്സ് വെച്ചിട്ട് കാനഡയിലുള്ള എക്സ്പീരിയൻസിന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ആള് ഈ 5 എന്താ പറയാ ഇപ്പൊ ഒരു 1 ഇയർ കൂടി കൊടുത്തിട്ട് ഈ പറഞ്ഞ 25 പോയിന്റ്സ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ 505 എന്നുള്ളത് ഇപ്പൊ ഈ ഒരു വയസ്സ് പോയതിന്റെ പ്രശ്നം ഇവിടെ കയറി വരും. പക്ഷെ അതേസമയം ഒന്നുകൂടി ഉണ്ട്, 30 കഴിഞ്ഞു 31 ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും താഴെ പോവും, 94ലേക്ക് വരും, പിന്നെ 90ലേക്ക് വരും. അപ്പൊ അങ്ങനെ ഓരോ വയസ്സ് കയറുമ്പോഴും നമ്മുടെ പോയിന്റ് അതേപോലെ താഴെ വരുവാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കാനഡയിൽ CECക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. CEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ആണ്. അപ്പോൾ ആ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരു എക്സ്പീരിയൻസ് 1 ഇയർ കഴിഞ്ഞ് 2 ഇയറിലേക്ക് ആകണമെങ്കിൽ ഒരു ലേ ഓഫോ അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ജോലി പോവാണ്ടിരിക്കേണ്ട സിറ്റുവേഷനോ ഇതെല്ലാം അവർ ബാലൻസ് ചെയ്യണം. അപ്പൊ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമാണ്. അതായത് അവരുടെ ജോലി പോയാൽ തന്നെ അറ്റ് ദ സെയിം ടൈം അവർ വേറെ ജോലി കണ്ടുപിടിക്കണം. ഈ ഒരു 2 കേസസും ബാലൻസ് ആയി പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ പോയിന്റ്സും അതനുസരിച്ച് ബാലൻസ് ആയി പോകത്തുള്ളൂ. അല്ല എന്നാണെങ്കിൽ ഏജ് കൂടുന്നതനുസരിച്ച് വലിയ തലവേദനയാണ്. ഇനി ഇതൊന്നും കൂടാണ്ട് കുറെ വേറൊരു കൂട്ടര് സെപ്പറേറ്റ് മാറി നിന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് നേരത്തെ മറ്റേ ഡിഗ്രിയോ എന്താ പറയാ BTechോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് കയറി പോരുമ്പോൾ
ആ സമയത്ത് ജോലി ഇവിടെ കിട്ടും, പാർട്ട് ടൈം ജോബ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എന്താ പറയുക അവരുടെ സ്കിൽസ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ തന്നെ അവരുടെ പ്രൊഫഷനിൽ നല്ലൊരു എൻട്രി കിട്ടും. ഇതുകൊണ്ടായിരുന്നു ആ സമയത്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള വിവാദങ്ങൾ വരുമ്പോൾ, അതായത് എന്താ പറയുക കാനഡയിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോകുന്നു, കാനഡയിൽ നിൽക്കുന്നവർക്ക് PR കിട്ടുന്നില്ല, ഇങ്ങനത്തെ വിവാദം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു സംഭവമുണ്ട്. നേരായ മാർഗത്തിൽ പേപ്പർ വെച്ചവരാണെങ്കിൽ അവർക്കൊന്നും ഇഷ്യൂസ് ഇല്ല, അല്ലാത്തവർക്ക് ഇഷ്യൂസ് ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് ഫുള്ള് ശരിയല്ല. ഇത് ആകെ ബാധിക്കുന്നത് LMI ആപ്ലിക്കൻസിനാണ്. LMI ഫേക്ക് ആയിട്ട് ഇവിടെ പൈസ കൊടുത്ത് വാങ്ങുന്നവരുണ്ടായിരുന്നു. ആ ഒരു പ്രോസസ്സിനെ തടയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്ത പരിപാടിയാണ് LMI എന്നുള്ള സംഭവത്തിനുള്ള പോയിന്റ്സ് എടുത്തു മാറ്റുക എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യം ചെയ്തവർ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈ നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ വന്നവര് അവരുടെ തെറ്റല്ല അത്. അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല നാളെ കാനഡയിൽ ഈ ഒരു എക്സ്പീരിയൻസിന്റെ പോയിന്റ്സ് ഇല്ലെങ്കിൽ ഇത്രയും വിഷയങ്ങൾ വരുമെന്നോ, ഇതൊന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ അവർ കയറി വന്നും പോയി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ള പോയിന്റ്സ് കിട്ടുന്നില്ല. ഇനി ആ പോയിന്റ്സ് എത്രയാണെന്ന് നിങ്ങൾ കേൾക്കണം. അതായത് 1 year or 2 year എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് 38 പോയിന്റ്സ് ആണ് കിട്ടുക. അപ്പൊ ഈ 38 പോയിന്റ്സ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി നാട്ടിലെന്നോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിൽ. ഇപ്പൊ 2025 ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 2015 വരെ, അതിനുള്ളിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 3 വർഷം വരെയാണ് നമുക്ക് മാക്സിമം പോയിന്റ്സ് കിട്ടുക. 3 വർഷമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് 50 പോയിന്റ്സ് കിട്ടും. അപ്പൊ ജസ്റ്റ് തിങ്ക് ചെയ്യാം, നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്, ഒരു ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ ഒരു 50 പോയിന്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനും ഇപ്പോഴത്തെ പോയിന്റ്സ് കയറി നിൽക്കുന്ന സിറ്റുവേഷനിലും ഇവരെന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെന്ത് ഇഷ്യൂസിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് എത്രത്തോളം ആയിരിക്കും, ഇവർക്ക് എങ്ങനെ മറ്റൊരാളെ കൺവീൻസ് ചെയ്ത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും, ഇതൊക്കെ ഒരു വലിയ ഇഷ്യൂസ് ആണ്. ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. അല്ലാതെ ശരിക്കുമുള്ള പേപ്പർ ചെയ്തവർക്കാണെങ്കിൽ PR കിട്ടും, അല്ലെങ്കിൽ എന്താ പറയാ കള്ളത്തരം കാണിക്കാത്തവർക്കാണെങ്കിൽ PR കിട്ടും എന്ന് പറയണത് സത്യമേ അല്ല. അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോഴത്തെ പോയിന്റ്സ് ആണ് നമുക്കുള്ള ഇഷ്യൂസ്. ഇനി ഇതിന്റെ പുറമെ ഉള്ളത്, നേരത്തെ 400സിലായിരുന്നു പോയിന്റ്സ് നിന്നുകൊണ്ടിരുന്നത്, ഇപ്പൊ നിൽക്കുന്നത് 500സിലാണ്. അപ്പൊ ഈ 500സിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും ട്രൈ ചെയ്യുന്നത് സെൽപിപ്പ് അല്ലെങ്കിൽ IELTS ഇമ്പ്രൂവ്മെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കും, നിങ്ങളൊരു 2 വട്ടം എഴുതി നോക്കിക്കൂടായിരുന്നോ, ഒന്ന് 3 വട്ടം എഴുതി കൂടായിരുന്നോ, സെൽപിപ്പ് ഒന്ന് എന്താ പറയാ റീഫ്രഷ് ആക്കി കൂടായിരുന്നോ, അതിന്റെ സ്കോർ കയറ്റി വെച്ചിട്ടായിരുന്നോ എന്ന്. പേഴ്സണലി പറയുകയാണെങ്കിൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം നേരത്തെ, അതായത് നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരാൻ നേരത്ത് നമ്മൾ ചോദിക്കത്തില്ല, അയ്യോ നിങ്ങൾക്ക് IELTS കിട്ടിയോ, അയ്യോ നിങ്ങൾക്ക് സെൽഫ് മാർക്ക് കിട്ടിയോ, പാസ്സായോ എന്ന് ചോദിക്കത്തില്ല. ആ പാസ്സായോ എന്ന് ചോദിക്കുന്നത് ബാൻഡ് 7 കിട്ടിയോ, അതായത് CLB സ്കോറിൽ 7 കിട്ടിയോ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിപ്പോ എല്ലാത്തിനും 7ഓ അല്ലെങ്കിൽ എല്ലാത്തിനും 6ഓ 6 എബോവോ, കുറെ കോളേജസ് എടുത്തുകൊണ്ടിരുന്നത് 6 എബോവ് ആയിരുന്നു, ചില യൂണിവേഴ്സിറ്റീസിന് 7 വേണമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അതായിരുന്നു കിട്ടിയോ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം. പക്ഷെ കാനഡയിൽ വന്നു കഴിഞ്ഞ് PR പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ മാക്സിമം സ്കോർ കിട്ടണമെങ്കിൽ അവൻ CLBയിലും മാക്സിമം പോകണം. അതായത് നേരത്തെ 7 കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പം 9 കിട്ടണം. അത് നിസ്സാരമായിട്ടുള്ള കാര്യമേ അല്ല. അപ്പോൾ സെൽഫ് എഴുതുന്ന ഒരാളാണെന്നാണെങ്കിൽ എല്ലാത്തിനും 10 കിട്ടിയാലാണ് മാക്സിമം പോയിന്റ്സ് കിട്ടുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എബോവ് ആവറേജ് അല്ലെങ്കിൽ നിയർ ടു ഹൈ എന്ന് പറഞ്ഞു വരുന്നത് 9 ആണ്. അപ്പൊ 9ഓ 10ഓ കിട്ടണം എന്നുള്ള കേസസിലേക്ക് വരും. അപ്പൊ ഇതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. അതായത് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്കും ഇതിൽ വലിയ സ്ട്രെസ് ഉണ്ടാകാം. അതായത് ഓരോ വട്ടം എക്സാം എഴുതുമ്പോഴും $300 300 350 സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സാംസ് എഴുതുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവരെത്രത്തോളം മുടക്കണം എന്നും ആ സമയത്തുള്ള സ്ട്രെസ്സും എല്ലാം കണക്കിലെടുക്കണം. ഈ ഒരു ഫാക്ടർ കാരണവും ഇവിടെ കുറേ പേര് കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല, മൂവ് ഓൺ ചെയ്യേണ്ടത് ഏത് റൂട്ടിനാന്ന് അറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് ഇഷ്യൂസ്. പിന്നെ ഈ ഏജ് ഫാക്ടേഴ്സ് കാരണവും സെൽപിപ്പിന്റെ അല്ലെങ്കിൽ എന്താ പറയാ ലാംഗ്വേജ് ടെസ്റ്റ് കാരണവും ഫേസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ എല്ലാവരും പറയുന്നുണ്ട്, അതായത് പല കൺസൾട്ടൻസീസും വിസിബിളി പറയുന്നുണ്ട്, നിങ്ങൾ പോയി ഫ്രഞ്ച് പഠിക്ക്, ഫ്രഞ്ചിന് ഇപ്പോൾ സ്പേസ് ഉണ്ടെന്ന്. അതായത് ഫ്രഞ്ച് ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഫ്രഞ്ച് ഡ്രോസ് ആക്ച്വലി ഉണ്ട്. ഈ CEC എന്ന് പറഞ്ഞതുപോലെ, അതായത് കാനഡയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉള്ള പ്രത്യേക ഡ്രോസ് ആണ് CEC. കാനഡയിൽ എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് 1 year ഉള്ള ഒരാൾക്കാണ് CEC ഡ്രോയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേപോലെ ഫ്രഞ്ച് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഞ്ചിൽ ലാംഗ്വേജ് ടെസ്റ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ
ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി കയറും. അപ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജ് വേണം, അതായത് സെക്കൻഡ് ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച്, അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് ഫ്രഞ്ചും സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷും ആയിട്ട് നമ്മൾ കൊടുത്ത് ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പോൾ ഫ്രഞ്ചിലാണെങ്കിൽ ഈ സെയിം IELTS നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ മതി. ഇത്രയും നാൾ കാനഡയിൽ വന്ന് ഇംഗ്ലീഷ് പഠിച്ച് എഴുതാൻ പെടുന്ന പെടാപ്പാട് എന്താണെന്നുള്ളത് ഇവിടെ എഴുതിയ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അവിടെ നാട്ടിൽ എഴുതിയവർക്കും അറിയാം. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു ഭാഷ ചെയ്തു വരുമ്പോൾ തന്നെ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഫ്രഞ്ച് ഫ്രം ബേസ് ടു ബി എ ലൈക്ക് പ്രൊഫഷണൽ അതത്ര സില്ലി അല്ല. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ടൈം വേണം. നമുക്ക് അത്രയും ടൈം കാനഡയിൽ പഠിക്കാനായിട്ട് മാറ്റിവെക്കാൻ ഇല്ല. സത്യത്തിൽ അതാണ് ഇഷ്യൂ. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഡ്രോസിൽ വരുന്ന കോൾസ് കുറച്ചും കൂടി താഴെയാണ്. അതായത് 400s കോൾസ് വരുന്നത് ഫ്രഞ്ചിന് മാത്രമാണ്. അതേപോലെ അടുത്ത വർഷത്തേക്കുള്ള കോൾസിൽ ഏറ്റവും കൂടുതൽ സ്പേസ് അവർ ഫ്രഞ്ചിന് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ചിനും CECക്കുമാണ് കൊടുത്തേക്കുന്നത്. അതായത് കാനഡയുടെ അകത്തുള്ളവർക്ക് തന്നെയാണ് അവർ കൂടുതൽ മൂല്യം കൊടുത്ത് ആ കാനഡയുടെ അകത്തുള്ളവർ തന്നെ പിടിച്ചു നിർത്താനുള്ള രീതിയിലാണ് ഒരു മാക്സിമം നോക്കുന്നത്. പിന്നെ ഇപ്പോഴും ഈ നാട്ടിൽ നിന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുമല്ലോ, എന്താ പറയാ, നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്, PR കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് പ്ലാൻ എന്താണ്. ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. ഈ PR കിട്ടാണ്ട് തിരിച്ചു വരുന്നവരുടെ പ്രൊഫൈൽ ഇവിടെ തന്നെ ഉണ്ട്. ആ പ്രൊഫൈല് എപ്പോൾ വേണമെങ്കിലും കോൾസ് വരാം. ആ കോൾസ് വരുന്നത് എപ്പോഴാണോ പോയിന്റ്സ് താഴെ വരുന്നത് അതുവരെ ആയിരിക്കും. ഇപ്പൊ ഇപ്പോഴത്തെ നിഗമനം അനുസരിച്ച് എന്തായാലും 500s തന്നെയായിരിക്കും 2025 നിൽക്കുന്നത് ബൈ ലക്ക്. ഇപ്പൊ എന്തായാലും ഇവരൊരു 4000 അല്ലെങ്കിൽ 3000 മുകളിലോ ITS മന്ത്ലി ഇഷ്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയാ അതൊരു 500 ബിലോയിലേക്ക് പോകും, അല്ലെങ്കിൽ 480s 490s വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവര് മാക്സിമം ഇവിടെ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ അത്ര സില്ലി അല്ല, അല്ലെങ്കിൽ അവർ കള്ളത്തരം ചെയ്തത് കൊണ്ടല്ല അവർക്ക് PR കിട്ടാത്തത്. ഇതൊന്നും നമ്മുടെ കയ്യിൽ പിടിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പോയിന്റ്സ് എല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോസിന്റെ എല്ലാ ഡീറ്റെയിൽസും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടുത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ റീസെന്റ് പറഞ്ഞിരുന്നത് ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. അതായത് 2025 ഇനിയും മാറ്റങ്ങൾ പറയാനുണ്ട്. അപ്പൊ 2024 ഡിസംബറിൽ പറഞ്ഞതിലും വലിയ മാറ്റങ്ങൾ ഇനി വരാനില്ല എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ പ്രാർത്ഥിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.